ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പൈനാപ്പിൾ ബജ്ജി വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ മുട്ട ബജ്ജി, മുളക് ബജ്ജിയൊക്കെ തയ്യാറാക്കുമല്ലോ, ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ പൈനാപ്പിൾ ബജ്ജിയും റെഡിയാക്കി എടുക്കുന്നത്. പൈനാപ്പിൾ ബജ്ജി വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു ചെറിയ പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മധുരമുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി പഴുത്തു പോയത് എടുക്കരുത് കേട്ടോ. പൈനാപ്പിളിന് മധുരമുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കളയാതെ തന്നെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെൻറ്റർ പോർഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞിട്ടായാലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബജ്ജി ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2-3 പിഞ്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് ബാറ്റർ റെഡിയാക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1-2 നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബജ്ജി പഫി ആയിട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബാറ്റർ റെഡിയാക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ട് പോകരുത്, ഒത്തിരി തിക്കായിട്ടും പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ ഇരിക്കേണ്ടത്. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസ് ഈ ബാറ്ററിൽ മുക്കിയാൽ പൈനാപ്പിളിൽ നിന്ന് ഈ ബാറ്റർ വിട്ടു പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് പൈനാപ്പിൾ ബജ്ജി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം പൈനാപ്പിൾ ബാറ്ററിൽ മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് 1-2 തുള്ളി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ബജ്ജി ഇതുപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകാതെയാണ് നമ്മൾ ബജ്ജി ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ബജ്ജിക്ക് ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാവും. അതിലൂടെ എണ്ണ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബജ്ജി ഓയിലി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് മാത്രം നിങ്ങൾ ബജ്ജി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുകയും വേണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള പൈനാപ്പിൾ ബജ്ജി ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ബജ്ജി ഒക്കെ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.